ഭാഗം 2 പുസ്തകം 3 അധ്യായം 3. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പ്രസ്താവിക്കുന്നു: ആ ദിവസങ്ങളിൽ മറിയം എഴുന്നേറ്റ് യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. മറിയത്തിന്റെ ഈ പുറപ്പാട് അവളുടെ ബാഹ്യ ജീവിതത്തിൽ നടന്ന തയ്യാറെടുപ്പുകളുടെ സൂചകം മാത്രമല്ല, നസ്രത്തിൽ നിന്ന് മലമ്പ്രദേശത്തേക്കുള്ള പുറപ്പാട് മാത്രമല്ല, അത് അവളുടെ ആത്മാവിൽ നടന്ന ഉണർവിന്റെയും പുറപ്പാടിന്റെയും സൂചകമാണ്. ദൈവകൽപ്പന പ്രകാരമുള്ള അവളുടെ ആന്തരികമായ എഴുന്നേൽപ്പിന്റെയും അവൾ സ്വയം തെരഞ്ഞെടുത്ത എളിമയിലുള്ള വിശ്രമ ജീവിതത്തിൽ നിന്നും ഉണർന്നുള്ള പുതിയ പുറപ്പാടിന്റേതുമാണ്. അത്യുന്നതന്റെ പാദാന്തികത്തിൽ നിന്നുമാണവൾ എഴുന്നേറ്റത്. അവിടുത്തെ തിരുമനസ്സും സന്തോഷവും സാർത്ഥകമാക്കാനുള്ള തീവ്രമായ അഭിലാഷവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. ദാവീദിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, അവളുടെ കണ്ണുകൾ എപ്പോഴും തന്റെ യജമാനത്തിയുടെ ഇഷ്ടം നിറവേറ്റാൻ ഉത്സാഹത്തോടെ കാത്തിരിക്കുന്ന ദാസിയെപ്പോലെയായിരുന്നു. അവൾ കർത്താവിന്റെ നിർദ്ദേശത്തെ ശിരസ വഹിച്ചുകൊണ്ട് സ്നേഹത്താൽ നിറഞ്ഞ് ഉടൻ തന്നെ എഴുന്നേറ്റ് തിരുഹിത നിർവഹണത്തിനായി പുറപ്പെട്ടു. കർത്താവിന്റെ മുന്നോടിയാകാനുള്ളവന്റെ വിശുദ്ധീകരണമാണ് അവളുടെ ലക്ഷ്യം. വചന അവതാരത്തെ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാനുള്ളവൻ എലിസബത്തിന്റെ ഗർഭപാത്രത്തിൽ ഉത്ഭവ പാപബന്ധനത്തിൽ കഴിയുകയാണല്ലോ. അവന്റെ വിശുദ്ധീകരണമാണ് മറിയത്തിന്റെ യാത്രോദ്ദേശ്യം. ആയതിനാൽ സ്വർഗത്തിന്റെ രാജകുമാരി ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടെ തിരക്കിട്ട് യാത്രയായി. തുടർന്ന് തന്റെ പിതൃഭവനത്തെ വിട്ട് തന്റെ ജനത്തെയും മറന്ന് മറിയവും ജോസഫും യൂദയായിലെ മലമ്പ്രദേശത്തുള്ള സക്കറിയാസിന്റെ ഭവനം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. 21 മൈലുകൾ നസ്രത്തിൽ നിന്ന് സഞ്ചരിച്ചാലേ അവിടെ എത്തുകയുള്ളൂ. പരുക്കനും തകർന്നു കിടക്കുന്നതുമായ സഞ്ചാരവഴികൾ മൃദുല ശരീരത്തിന്റെ ഉടമയായ മറിയത്തിന് തികച്ചും ക്ലേശകരമായിരുന്നു. ഈ സാഹസയാത്രയിൽ അവർക്ക് തുണയായി ആകെയുണ്ടായിരുന്നത് ഒരു കോവർ കഴുത മാത്രം. അവളുടെ യാത്രാ സൗകര്യത്തെ പ്രതി മാത്രമാണ് ആ മൃഗത്തെ കൊണ്ടുപോയതെങ്കിലും അവൾ പലപ്പോഴും മൃഗത്തിന്റെ പുറത്തുനിന്നിറങ്ങി യൗസേപ്പിനോട് ആ സൗകര്യം ഉപയോഗിക്കാൻ നിർബന്ധിച്ചു. തന്റെ പങ്കാളിയുടെ ഭാരം ലഘൂകരിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും മതിശാലിയായ യൗസേപ്പ് അത് വകവച്ചില്ല. എന്നാൽ മറിയത്തിന്റെ ആഗ്രഹത്തെ മാനിക്കാനായി കഴുതപ്പുറം വിട്ട് ഇടയ്ക്കിടെ തന്നോടൊപ്പം കാൽനടയായി സഞ്ചരിക്കാൻ അവളെ അനുവദിച്ചു. അവൾക്ക് നടക്കാൻ വേണ്ടത്ര ഊർജവും ശക്തിയുമുണ്ടെന്ന് തോന്നിയപ്പോൾ മാത്രമായിരുന്നു ഇത്. എന്നാൽ ഏറെ കഴിയും മുൻപ് തന്നെ ഏറ്റവും വിനയത്തോടും ബഹുമാന ആദരവുകളോടും കൂടെ സ്വർഗീയ രാജ്ഞിയോട് കാൽനട അവസാനിപ്പിച്ച് വീണ്ടും കഴുതപ്പുറത്തു കയറി യാത്ര തുടരുന്നതിന് അഭ്യർത്ഥിക്കുകയും അതവൾ അനുസരിക്കുകയും ചെയ്തു. ഇപ്രകാരം വിനയം നിറഞ്ഞ പരസ്പര സംവാദങ്ങളോടെ യാത്രയുടെ ഓരോ നിമിഷവും മധുരതരമാക്കിക്കൊണ്ട് വിശുദ്ധ യോസേപ്പും പരിശുദ്ധ മറിയവും യാത്ര തുടർന്നു. മനുഷ്യരുടെ അകമ്പടികളൊന്നുമില്ലാതെ അവർ രണ്ടുപേരും മാത്രമായിരുന്നു യാത്രികർ. എന്നാൽ സോളമന്റെ മഞ്ചലാകുന്ന പരിശുദ്ധ മറിയത്തിന് കാവലാളുകളായി നിയോഗിക്കപ്പെട്ടിരുന്ന 1000 മാലാഖമാർ അവൾക്ക് അകമ്പടി സേവിച്ചിരുന്നു. മാലാഖമാർ ദൃശ്യാരൂപികളായാണ് സഞ്ചരിച്ചിരുന്നതെങ്കിലും മറിയത്തിന് മാത്രമേ അവർ ദൃഷ്ടിഗോചരങ്ങളായിരുന്നുള്ളൂ. മാലാഖമാരാൽ പരിസേവിതയായി വിശുദ്ധ യൗസേപ്പിന്റെ കാവലിൽ പരിശുദ്ധ കന്യക കുന്നുകളും താഴ്വരകളും കടന്ന് അവിടെയെല്ലാം അവളുടെ സാന്നിധ്യം നിറച്ച് സ്തുതിഗീതങ്ങൾ പൊഴിച്ച് സുഗന്ധം പരത്തി സഞ്ചരിച്ചു. ചിലപ്പോൾ അവൾ മാലാഖമാരുമായി നേരിട്ട് സംവദിച്ചു. മറ്റു ചിലപ്പോൾ അവർ ഒന്നുചേർന്നും മാറി മാറിയും സ്തുതിഗീതങ്ങൾ പാടി. ആ ഗീതങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ മഹാരഹസ്യങ്ങളെയും സൃഷ്ടിയുടെയും ദൈവ അവതാരത്തിന്റെയും രഹസ്യങ്ങളെ പുരസ്കരിച്ചുള്ളതായിരുന്നു. അപ്രകാരം പരിശുദ്ധ രാജ്ഞിയുടെ പരിശുദ്ധ ഹൃദയം ദൈവസ്നേഹത്തിന്റെ നാനാഭാവങ്ങളെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരുന്നു. അഗാധമായ നിശബ്ദത പാലിച്ചുകൊണ്ട് വിശുദ്ധ യോസേപ്പ് തന്റെ പങ്കാളിത്തം നൽകി. തന്റെ ഉന്നതമായ ധ്യാനചിന്തകളിൽ അവളുടെ ആത്മാവിൽ അരങ്ങേറുന്ന വിശുദ്ധ കാര്യങ്ങളെപ്പറ്റി യോസേപ്പിന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. മറ്റു സന്ദർഭങ്ങളിൽ അവർ പരസ്പരം സംഭാഷണം നടത്തി. മനുഷ്യരക്ഷ, കർത്താവിന്റെ ആർദ്രമായ കാരുണ്യം കാത്തുകാത്തിരുന്ന രക്ഷകന്റെ വരവ്, അതേപ്പറ്റി പൂർവ്വപിതാക്കൾക്ക് നൽകപ്പെട്ടിരുന്ന വാഗ്ദാനങ്ങൾ, അത്യുന്നത ദൈവത്തിന്റെ മറ്റു രഹസ്യങ്ങൾ, ഇവയൊക്കെയായിരുന്നു അവരുടെ ചർച്ചാവിഷയം. വിശുദ്ധ യോസേപ്പിന്റെ ഇടപെടലും പെരുമാറ്റവും എപ്പോഴും അന്തസ്സുള്ളതും ആകർഷകവുമായിരുന്നു. അദ്ദേഹം തുടക്കം മുതൽ തന്നെ വിശുദ്ധിയുടെ ഉദാത്ത ഭാവങ്ങളെ തന്റെ പങ്കാളിയിൽ കണ്ടിരുന്നു. വിശുദ്ധ യോസേപ്പ് പരിശുദ്ധ മറിയത്തിന്റെ സുഖസൗകര്യങ്ങളെപ്പറ്റി ജാഗ്രതയോടെ സദാ അന്വേഷിച്ചുകൊണ്ടിരുന്നു. യാത്രയിലുടനീളം അവളുടെ സുഖസൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നതായിരുന്നു
അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം. എന്നാൽ സ്വർഗീയ രാജ്ഞി തന്റെ കന്യോദരത്തിൽ അവതാരവചനമാകുന്ന ദൈവാഗ്നിയെ വഹിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ലെങ്കിലും തന്റെ ആത്മാവിൽ അതിന്റെ ദിവ്യ അനുഭവങ്ങളുടെ ചലനങ്ങൾ നടക്കുന്നത് അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരുന്നു. തന്റെ ദിവ്യ പങ്കാളിയുടെ മൊഴികൾ ഈ അനുഭവങ്ങൾക്ക് കാരണമായി. അദ്ദേഹം ദൈവസ്നേഹത്തിന്റെ തീഷ്ണതയിൽ എരിഞ്ഞു. അവരുടെ യാത്ര 4 ദിവസങ്ങൾ നീണ്ടു. പരിശുദ്ധ മറിയവും യൗസേപ്പും സക്കറിയായുടെ വാസസ്ഥലമായ യൂദയായിലെ ചെറുപട്ടണത്തിൽ എലിസബത്തിന്റെ ഭവനത്തിലെത്തി. യൂദയ എന്നായിരുന്നു ഈ പട്ടണത്തിന്റെ പേര്. യോഹന്നാന്റെ മാതാപിതാക്കൾ കുറെ കാലം ഇവിടെ വസിച്ചിരുന്നതിനാൽ ലൂക്കാ സുവിശേഷകൻ ഈ പേര് പരാമർശിക്കുന്നു. യൂദ എന്നാണ് പരാമർശം. എന്നാൽ സുവിശേഷ വ്യാഖ്യാതാക്കൾ ഈ പേര് എലിസബത്തും സക്കറിയാസും വസിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരാണെന്ന് കരുതുന്നില്ല. യൂദ എന്നും യൂദയ എന്നുമുള്ള സംജ്ഞകൾ ആ പ്രദേശത്തിനാകെ പറയപ്പെടുന്ന പേരാണെന്നാണവർ കരുതുന്നത്. എന്നാൽ ഈ പട്ടണത്തിന്റെ പ്രത്യേക പേര് യൂദ എന്നു തന്നെയെന്ന് എനിക്ക് പ്രത്യേകമായി വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. സുവിശേഷകൻ പരാമർശിച്ചിരിക്കുന്ന നാമം കൃത്യമാണ്. പണ്ഡിതരായ വ്യാഖ്യാതാക്കൾ യൂദ എന്ന പേര് പ്രവിശ്യയുടെ പേരാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നത് ഇവിടെ മറക്കുന്നില്ല. അവരുടെ വീക്ഷണത്തിൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രവിശ്യയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ ധാരണയുടെ കാരണം ഇതാണ്: ക്രിസ്തുവിന്റെ മരണശേഷം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് യൂദാ നഗരം നശിപ്പിക്കപ്പെട്ടു. പണ്ഡിതർക്ക് ഈ തകർക്കപ്പെട്ട നഗരത്തിന്റെ യാതൊരു സൂചനയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടവർ ലൂക്കായുടെ പരാമർശം ഒരു പട്ടണത്തെപ്പറ്റിയല്ല, പ്രവിശ്യയുടെ പൊതുപേരാണെന്ന് കരുതി. ഇപ്രകാരമാണ് ഈ സ്ഥലപ്പേരിനെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായത്. പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിച്ച ഈ സ്ഥലത്തെപ്പറ്റി ഇപ്രകാരം വ്യാഖ്യാനങ്ങളുണ്ടാകുകയും ചെയ്തു. അങ്ങനെ യൂദാ എന്നു പേരായ പട്ടണത്തിൽ സക്കറിയാസും എലിസബത്തും വസിച്ചിരുന്ന ഭവനത്തിൽ ആ വിശുദ്ധ യാത്രികർ പ്രവേശിച്ചു. തങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് വിശുദ്ധ യോസേപ്പ് മറിയത്തിന് മുൻപേ തിരക്കിട്ട് അവിടെയെത്തി ഭവനത്തിലുള്ളവരെ സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: കർത്താവ് നിങ്ങളോട് കൂടെ ആയിരിക്കുകയും ദിവ്യപ്രസാദത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. ഈ സന്ദർശനത്തെ സംബന്ധിച്ച് എലിസബത്ത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു. എന്തെന്നാൽ യൗസേപ്പും മറിയവും നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ദൈവം എലിസബത്തിന് സ്വപ്നത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു. സ്വർഗീയ നാഥയായ മറിയമാണ് അത്യുന്നതന്റെ ദൃഷ്ടിയിൽ ഏറ്റവുമധികം പ്രീതി നേടിയിട്ടുള്ള വ്യക്തിയെന്നും ഇതേ സ്വപ്നത്തിൽ കർത്താവ് അറിയിച്ചിരുന്നു. എന്നാൽ അവൾ കർത്താവിന്റെ അമ്മയാകാനാണ് പോകുന്നതെന്ന വസ്തുത ആ സമയം വരെയും എലിസബത്തിന് വെളിപ്പെടുത്തിയിരുന്നുമില്ല. അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ മഹാരഹസ്യം അവർ അറിഞ്ഞത്. മറിയത്തെ സ്വീകരിക്കാൻ എലിസബത്ത് വീട്ടിലുള്ള മറ്റു ചില കുടുംബാംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് തിരക്കിട്ടു ചെന്നു. മറിയം ഈ 2 പേരിൽ പ്രായം കുറഞ്ഞവളും ഏറ്റം താഴ്മയുള്ളവളുമാകിയാൽ വേഗം ചെന്ന് എലിസബത്തിനെ വണങ്ങി ഇപ്രകാരം പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട സഹോദരി, കർത്താവ് തനിക്കൊപ്പമായിരിക്കട്ടെ. അപ്പോൾ എലിസബത്ത് ഇപ്രകാരം മറുപടി പറഞ്ഞു: ആ കർത്താവ് തന്നെ എന്നെ സന്ദർശിക്കാൻ ഔദാര്യം കാട്ടിയ നിനക്ക് ഉചിതമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ ഇതുമൂലം സന്തോഷവതിയായിരിക്കുന്നു. ഈ മൊഴികൾക്കു ശേഷം അവരൊന്നിച്ച് ഭവനത്തിൽ പ്രവേശിച്ചു. അവർ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞ ഉടനെ ദൈവമാതാവ് തന്റെ ഇളയമ്മയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലി: ദൈവം നിന്നെ കാത്തുകൊള്ളട്ടെ. എന്റെ പ്രിയ സഹോദരി, അവിടുത്തെ വെളിച്ചം നിന്നിൽ വരപ്രസാദം ചൊരിയുകയും ജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. മറിയത്തിന്റെ ശബ്ദം കേട്ട വേളയിൽ തന്നെ എലിസബത്ത് പരിശുദ്ധാരൂപിയാൽ പൂരിതയായി. അവൾ ഒറ്റ മാത്രയിൽ ഉള്ളിൽ പ്രകാശിതയായി. ആ പ്രകാശത്തിൽ അവൾ അത്യുന്നതങ്ങളായ ദിവ്യ രഹസ്യങ്ങളും കൂദാശകളും ദർശിച്ചു. ഈ വികാരഭാവങ്ങൾക്കൊപ്പം അവളുടെ ഉദരത്തിൽ ശിശുവായി വാഴുന്ന വിശുദ്ധ യോഹന്നാനും മറിയമാകുന്ന മണിയറയിൽ സന്നിഹിതനായിരിക്കുന്ന വചനാവതാരത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആനന്ദഭരിതനായി. എന്തെന്നാൽ മറിയത്തിന്റെ അധരത്തിൽ നിന്നുയർന്ന ശബ്ദത്തെ ഉപകരണമാക്കിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കും നീതീകരണത്തിനുമുള്ള തന്റെ ശക്തിയെ ആ നിമിഷം മുതൽ ദിവ്യരക്ഷകൻ പ്രകടമാക്കി തുടങ്ങി. ഗർഭത്തിൽ ഉരുവായിട്ട് 8 ദിവസം മാത്രമേ ആയിരുന്നുള്ളുവെങ്കിലും അവിടുന്ന് ഇപ്പോൾ തന്നെ മനുഷ്യനായി പ്രവർത്തിച്ചു തുടങ്ങി. എത്രയും തീഷ്ണതയോടെ അവൻ ഭാവിയിൽ മുന്നോടിയാകാനിരിക്കുന്നവന്റെ നീതീകരണത്തിനായി പ്രാർത്ഥിച്ചു. പരിശുദ്ധ ത്രിത്വത്തിന്റെ പക്കൽ നിന്നും ഈ വരദാനം നേടുകയും ചെയ്തു. പരിശുദ്ധ മറിയം തന്റെ സംബോധനാ വചസ്സുകൾ ഉച്ചരിക്കുന്നതിന് മുൻപേയാണ് മേൽ പറഞ്ഞത് സംഭവിച്ചത്. അവളുടെ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടു കഴിഞ്ഞതേ ദൈവം എലിസബത്തിന്റെ ഉദരത്തിലെ ശിശുവിനെ നോക്കി.
ആ ശിശുവിന് ദിവ്യജ്ഞാനം നൽകി. അതോടെ യോഹന്നാന് വരാനിരിക്കുന്ന മഹാസംഭവങ്ങളെക്കുറിച്ച് ദീർഘദർശനം ലഭിച്ചു. താൻ സ്വീകരിക്കാൻ പോകുന്ന ദൗത്യം എന്തെന്നവൻ അറിഞ്ഞു. അവൻ ആദി പാപകളങ്കത്തിൽ നിന്നും മോചിതനായി. അവൻ ദൈവത്തിന്റെ ദത്തുപുത്രനായി. പരിശുദ്ധ അരൂപിയുടെ വരങ്ങളാൽ സമ്പന്നനായി. അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു. അവന്റെ പിതാവായ സക്കറിയായോട് മാലാഖ അറിയിച്ച കാര്യം അങ്ങനെ സഫലമായി. അതായത്, അയാളുടെ ജനിക്കാനിരിക്കുന്ന പുത്രൻ പരിശുദ്ധ അരൂപിയാൽ പൂരിതനായിത്തീരും എന്ന സത്യം. അതേസമയം തന്നെ ഗർഭസ്ഥ ശിശു മാതൃഗർഭത്തിന്റെ ചുവരുകൾക്കപ്പുറം സ്ഫടികത്തിൽ കൂടി കാണുന്നതുപോലെ വചനത്തിന്റെ അവതാരത്തെ നേരിൽ കണ്ടു. മുട്ടുകുത്തി നിൽക്കുന്ന ശരീരാവസ്ഥയിൽ അവൻ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്റെ രക്ഷകനും സൃഷ്ടാവുമായവനെ സ്തുതിച്ചാരാധിച്ചു. തന്റെ ഉദരസ്ഥ ശിശുവിൽ നിന്നുയരുന്ന ആഹ്ലാദം എലിസബത്ത് മനസ്സിലാക്കി. ലൂക്ക 1:44. ഈ സമാഗമവേളയിൽ ശിശുവായ യോഹന്നാൻ മറ്റനേകം പുണ്യങ്ങളും പ്രവർത്തിച്ചു. വിശ്വാസത്തിന്റെയും ശരണത്തിന്റെയും ഉപവിയുടെയും ആരാധനയുടെയും കൃതജ്ഞതയുടെയും എളിമയുടെയും ഭക്തിയുടെയുമായ കാര്യങ്ങൾ. ആ നിമിഷം മുതൽ അവൻ വിശുദ്ധിയാൽ ഉത്തരോത്തരം പുരോഗമിക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ എലിസബത്ത് ദിവ്യ അവതാര രഹസ്യത്തെ സംബന്ധിച്ച വെളിപ്പാട് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു. അവളുടെ പുത്രന്റെ വിശുദ്ധീകരണവും ഈ വലിയ അത്ഭുതത്തിന്റെ കൗദാശിക പ്രാധാന്യവും അവൾ അറിഞ്ഞു. അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകയുടെ കന്യാശുദ്ധിയും അന്തസ്സും അവൾക്ക് വെളിവാക്കപ്പെട്ടു. ഈ സമയം സ്വർഗീയ രാജ്ഞി ദൈവദർശന സായുജ്യത്തിൽ മുഴുകി. അവളുടെ പ്രിയപുത്രന്റെ ഇടപെടലിലൂടെ ദിവ്യരഹസ്യങ്ങളുടെ അനുഭവത്തിൽ ആമഗ്നയായി. രാജകീയവും ദൈവികവുമായ മഹത്വമണിഞ്ഞ് പ്രകാശിതമായ അവസ്ഥയിലാണ് എലിസബത്ത് അവളെ ദർശിച്ചത്. താൻ അപ്പോൾ കണ്ടതും കേട്ടതുമായ ദൈവത്തിന്റെ മഹാരഹസ്യങ്ങളുടെ ഈ വെളിപ്പെടുത്തലിലൂടെ എലിസബത്തിന്റെ ഹൃദയം ആനന്ദനിർഭരമായി. ലോകത്തിന്റെ രാജ്ഞിയെ താൻ കാണുകയും അവൾ ഉൾക്കൊള്ളുന്ന ദിവ്യരഹസ്യമെന്തെന്ന് തിരിച്ചറിയുകയും ചെയ്ത ആ വേളയിൽ എലിസബത്ത് പുകഴ്ചയുടെ വചനങ്ങൾ പ്രഘോഷിച്ചു. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:42-45. ഇപ്രകാരമുള്ള മഹത് വചനങ്ങളാൽ വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ മറിയത്തിന്റെ വിശിഷ്ട സ്ഥാനത്തെ പ്രവചിക്കുകയായിരുന്നു. ദൈവം ചൊരിഞ്ഞ ജ്ഞാനത്താൽ കർത്താവ് ചെയ്തതെല്ലാം അവൾ ഓർത്തു. അവൻ ഇപ്പോൾ ചെയ്യുന്നവയെയും ഭാവിയിൽ അവളിലൂടെ നിറവേറ്റാൻ പോകുന്ന മഹത് കാര്യങ്ങളെയും എലിസബത്ത് വെളിപ്പെടുത്തി. ഇക്കാര്യങ്ങളെല്ലാം ശിശുവായ യോഹന്നാൻ ഗ്രഹിച്ച് മനസ്സിൽ പതിപ്പിച്ചു. എന്തെന്നാൽ അവൻ തന്റെ അമ്മയുടെ വാക്കുകൾ ശ്രവിക്കുന്നുണ്ടായിരുന്നു. യോഹന്നാന്റെ വിശുദ്ധീകരണത്തിനായി അവന്റെ അമ്മയെ ദൈവം പ്രബുദ്ധയാക്കി അനുഗ്രഹിച്ചിരുന്നു. എന്നാൽ അവന് ഗർഭത്തിനുള്ളിൽ നിന്നും ദൈവത്തെ സ്തുതിക്കാനും കൃതജ്ഞതയർപ്പിക്കാനും സ്വന്തം നാവ് ഉപയോഗിക്കുക അസാധ്യമായിരുന്നതിനാൽ എലിസബത്ത് സ്വന്തം പേരിലും അവന്റെ പേരിലും തങ്ങളുടെ മഹാഭാഗ്യത്തിന് ഹേതുവായി തീർന്ന മറിയത്തിന് ആശംസയും പുകഴ്ചയും അർപ്പിച്ചു. എലിസബത്തിന്റെ പുകഴ്ചയുടെ വചനങ്ങൾ പരിശുദ്ധ മറിയം വിനയ പുരസരം സ്രഷ്ടാവിന് സമർപ്പിച്ചു. അവൾ മനുഷ്യർക്ക് പറയാവുന്ന ഏറ്റവും മധുരമായ വാക്കുകളിൽ മൃദുവായി തന്റെ പ്രകീർത്തനം ചൊല്ലി. ഇത് ലൂക്കാ സുവിശേഷകൻ താഴെ പറയും പ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നു. ലൂക്ക 1:46-55 വരെ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മറിയത്തിന്റെ തേനൂറും പ്രകീർത്തനം ആദ്യം ശ്രവിച്ചത് എലിസബത്ത് ആയിരുന്നല്ലോ. അപ്രകാരം തന്നെ ആ വചനങ്ങളുടെ ധ്വനി മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവൾക്കായിരുന്നു. അവളിൽ അന്തർലീനമായിരുന്ന ജ്ഞാനമാണ് ഇതിന് കാരണമായത്.
അവൾ അതിന്റെ ദിവ്യവും ഗൂഢവുമായ അർത്ഥം കൃത്യമായി മനസ്സിലാക്കി. പരിശുദ്ധ കന്യകയുടെ ആത്മാവ് കർത്താവിന്റെ നിത്യസത്തയുടെ അത്യുന്നത മഹത്വത്തെ വാഴ്ത്തുകയായിരുന്നു. അവൾ അവിടുത്തേക്ക് എല്ലാ സ്തുതികളും പുകഴ്ചകളും അർപ്പിച്ചു. അവിടുന്ന് തന്നിലൂടെ തുടങ്ങുന്നതും നിറവേറ്റുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കുമായി അവിടുത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൽ മാത്രമാണ് എല്ലാ സൃഷ്ടികളും ആനന്ദിക്കേണ്ടതും മഹത്വം ദർശിക്കേണ്ടതും എന്നവൾ അറിയുകയും അത് ഏറ്റുപറയുകയും ചെയ്തു. അവിടുന്ന് മാത്രമാണ് അവർക്ക് സർവ്വസന്തോഷവും നിത്യരക്ഷയുമായിരിക്കുന്നത്. കർത്താവിന്റെ നീതിയെ അവൾ ഏറ്റുപറഞ്ഞു. എന്തെന്നാൽ അവിടുന്ന് എളിയവരെ ശ്രദ്ധിക്കുന്നവനും അവരുടെ മേൽ തന്റെ സമൃദ്ധമായ കൃപ ചെയ്യുന്നവനും തന്റെ സ്നേഹത്താൽ അവരെ കാക്കുന്നവനുമാണല്ലോ. തന്റെ മേൽ അത്യുന്നതൻ ചൊരിഞ്ഞ ദാനങ്ങളും അവളുടെ എളിമയെ അവിടുന്ന് തൃക്കൺ പാർത്തതുമെല്ലാം മനുഷ്യ മക്കൾ കണ്ടു പഠിക്കണമെന്നവൾ ആഗ്രഹിച്ചു. അവളെ എല്ലാ ജനതകളും ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അപ്രകാരമുള്ള മഹാഭാഗ്യം ഓരോ മനുഷ്യനും താന്താങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് നേടണമെന്നും അവൾ ആഗ്രഹിച്ചു. ഒറ്റ വാക്കുകൊണ്ട് അത്യുന്നതൻ തന്റെ മേൽ ചൊരിഞ്ഞ കരുണയെയും പ്രത്യേക വരങ്ങളെയും അനുഗ്രഹങ്ങളെയും അവൾ അവതരിപ്പിച്ചു. അവിടുത്തെ പരിശുദ്ധ നാമത്തെ പ്രതി നിറവേറിയ ഈ കാര്യങ്ങളെയെല്ലാം ഒന്നിച്ചു ചേർത്ത് വലിയ കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. എന്തെന്നാൽ പരിശുദ്ധ കന്യകയുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ എന്നു വിശേഷിപ്പിക്കാവുന്ന യാതൊന്നുമുണ്ടായിരുന്നില്ല. കർത്താവിന്റെ കവിഞ്ഞൊഴുകുന്ന കരുണ മറിയത്തിന്റെ ഐശ്വര്യസമ്പന്നമായ ജീവിതത്തിൽ നിന്നും മനുഷ്യവർഗത്തിന്റെ മുഴുവന്റെയും മേൽ ഒഴുകിയിറങ്ങിയതാണ്. അതിനാൽ അവൾക്ക് നമുക്ക് സ്വർഗത്തിന്റെ വാതിലാകുന്നു. ആ കവാടത്തിലൂടെ അവൾ അപ്പോൾ മുതൽ ഇപ്പോഴും എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ദൈവിക ജീവനിലുള്ള പങ്കാളിത്തമാണ്. അതുകൊണ്ടാണവൾ പറഞ്ഞത് കർത്താവിന്റെ കരുണ എല്ലാ തലമുറകളിലേക്കും പകരുമെന്നും അപ്രകാരം അവിടുന്ന് തന്നെ സകല മനുഷ്യർക്കും അത് പകർന്നു നൽകുമെന്നും. എപ്രകാരമാണോ അനന്ത കരുണ എളിയവരെ ഉയർത്തുകയും ദൈവത്തെ ഭയപ്പെടുന്നവരെ തേടി വരികയും ചെയ്യുന്നത്, അപ്രകാരം തന്നെ ശക്തനായ അവന്റെ ഭുജം അഹങ്കാരികളെയും ദുഷ്കർമ്മികളെയും അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും തുരത്തിയോടിച്ച് അവിടെ പാവങ്ങളെയും എളിയവരെയും പ്രതിഷ്ഠിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഈ നീതിയാണ് അഹങ്കാരികളുടെ നേതാവായ ലൂസിഫറിനെയും അവന്റെ അനുചരവൃന്ദത്തെയും അവർ തങ്ങളെ തന്നെ സ്വയം ഉയർത്തിവച്ച സിംഹാസനങ്ങളിൽ നിന്നും തൂത്തെറിഞ്ഞ് പാതാളത്തിൽ തള്ളാൻ അത്ഭുതകരമായി അവിടുന്ന് ഉപയോഗിച്ചത്. തങ്ങളുടെ മാലാഖമാർക്കടുത്ത അന്തസ്സും സ്ഥാനങ്ങളും കർത്താവ് തന്റെ ആദിയിലുള്ള സ്നേഹപ്രമാണത്താൽ സ്ഥാപിച്ചു കൊടുത്തതിനെയാണ് ഇപ്രകാരം സാത്താനും കൂട്ടർക്കും നഷ്ടമായത്. ആ ആദി പ്രമാണത്താൽ എല്ലാ മനുഷ്യരും ധന്യരാകാനായിരുന്നു കർത്താവ് ആഗ്രഹിച്ചത്. എന്നാൽ അവരാകട്ടെ, അതായത് ലൂസിഫറും അനുചരന്മാരും, തങ്ങളുടെ അഹന്ത പ്രകടിപ്പിച്ച് ഉയർച്ച നേടാനാണ് ആഗ്രഹിച്ചത്. ആ ഉയർച്ച അവരർഹിച്ചതോ അവർക്കാഗ്രഹിക്കാൻ പറ്റുന്നതോ ആയിരുന്നില്ല. അതുമൂലം വിപരീത ഫലങ്ങളുണ്ടാവുകയും അവർ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നും തൂത്തെറിയപ്പെടുകയും ചെയ്തു. അവർ വിശ്രമശേഷം പുറത്തു വന്നപ്പോൾ വിശുദ്ധ എലിസബത്ത് തന്നെയും തന്റെ കുടുംബാംഗങ്ങളെല്ലാവരെയും സ്വർഗീയ രാജ്ഞിക്ക് ദാസരായി സമർപ്പിച്ചു. അവൾ പ്രാർത്ഥനയ്ക്കും വിശ്രമത്തിനുമായി ഉപയോഗിച്ചിരുന്ന മുറി പരിശുദ്ധ മാതാവിന് ഉപയോഗിക്കാനായി നൽകി. സ്വർഗീയ രാജകുമാരി അത് സവിനയം നന്ദിയോടെ സ്വീകരിച്ചു. അവൾ ധ്യാനത്തിനും ഉറക്കത്തിനുമായി അതുപയോഗിച്ചു. ആ അറയ്ക്കുള്ളിൽ അവർ രണ്ടുപേരുമല്ലാതെ മറ്റാരും പ്രവേശിച്ചില്ല. അവൾ എലിസബത്തിന് സഹായവും ശുശ്രൂഷകളും അർപ്പിക്കാനായി സ്വയം സമർപ്പിച്ചു. ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട സ്നേഹ സൗഹൃദങ്ങൾ എത്രയധികം മാധുര്യമുള്ളതും അഭേദ്യവുമാണ്. മറ്റെല്ലാ മനുഷ്യർക്കും വെളിപ്പെടുത്തും മുൻപേ തന്റെ അവതാരമാകുന്ന കൂദാശയെ 3 സ്ത്രീകൾക്ക് മാത്രമായി വെളിപ്പെടുത്തിയ ദൈവമായ കർത്താവിന്റെ പ്രവൃത്തി എത്രമേൽ ആരാധ്യമാണ്. ഈ വെളിപാട് ലഭിച്ചവരിൽ ആദ്യത്തെയാൾ വിശുദ്ധ അന്നയായിരുന്നു. ഇക്കാര്യം മറ്റൊരിടത്ത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. രണ്ടാമതായി പരിശുദ്ധ മറിയം, അവൾ വചനത്തിന്റെ മാതാവായി. മൂന്നാമത്തെയാളാണ് വിശുദ്ധ എലിസബത്ത്. അവൾക്കൊപ്പം തന്നെ അവളുടെ പുത്രൻ യോഹന്നാനും. എന്തെന്നാൽ അവൻ അവളുടെ ഗർഭത്തിലായിരുന്നതിനാൽ അവളിൽ നിന്നും വ്യത്യസ്തനായി കാണാനാകില്ല. വിശുദ്ധ പൗലോസ് പറയും പോലെ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു. പരിശുദ്ധ മറിയവും എലിസബത്തും അവരുടെ വിശ്രമ സങ്കേതം വിട്ട് സന്ധ്യയായപ്പോൾ പുറത്തുവന്നു. ഏറെ സമയമായി അവർ ഒന്നിച്ചായിരുന്നു. സക്രിയ മൂകാവസ്ഥയിൽ അവളുടെ മുൻപിൽ നിൽക്കുന്നത് പരിശുദ്ധ രാജ്ഞി കണ്ടു. കർത്താവിന്റെ പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തോടവൾ അനുഗ്രഹം യാചിച്ചു. ആ വിശുദ്ധൻ അവളെ അനുഗ്രഹിച്ചു. അവൾക്ക് അദ്ദേഹത്തിന്റെ അവസ്ഥയോട് അനുകമ്പ തോന്നിയെങ്കിലും തന്റെ ശക്തി ഉപയോഗിച്ചില്ല.
എന്തെന്നാൽ അദ്ദേഹത്തിന്റെ നാവ് ബന്ധിക്കപ്പെട്ടതിന്റെ സാഹചര്യം അവൾ അറിഞ്ഞിരുന്നു. എന്നാൽ അവൾ അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥനയർപ്പിക്കുക മാത്രം ചെയ്തു. എലിസബത്തിന് വിശുദ്ധ യൗസേപ്പിന്റെ ഭാഗ്യാവസ്ഥയെപ്പറ്റി അറിയാമായിരുന്നു. ചാരിത്രശുദ്ധനായ യൗസേപ്പിന് എല്ലാ കാര്യങ്ങളും വെളിവായിരുന്നതുമില്ല. അവൾ ആതിഥ്യ മര്യാദകൾ അർപ്പിച്ച് യൗസേപ്പിനെ സന്തുഷ്ടനാക്കി. എലിസബത്ത് അവളെ അത്രമേൽ ആദരിച്ചിരുന്നു. യൗസേപ്പ് സക്രിയായുടെ ഭവനത്തിൽ 3 ദിവസം വസിച്ചു. അതിനുശേഷം തന്റെ പങ്കാളിയോട് നസ്രത്തിലേക്ക് മടങ്ങാൻ അനുവാദം ചോദിച്ചു. എലിസബത്തിന് ഗർഭകാല ശുശ്രൂഷകൾ ചെയ്യാൻ മറിയത്തെ അവിടെ വിട്ടിട്ട് യൗസേപ്പ് മടങ്ങി. അവൾക്ക് മടങ്ങാൻ സമയമാകുമ്പോൾ അറിയിക്കണമെന്നും അപ്പോൾ താൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് മടങ്ങുന്നതായിരിക്കും എന്ന ധാരണയോടെയാണ് അദ്ദേഹം പോയത്. വിശുദ്ധ എലിസബത്ത് യൗസേപ്പിന് കൊണ്ടുപോകാൻ ചില സമ്മാനങ്ങൾ നൽകി. എന്നാൽ അദ്ദേഹം അതിന്റെ ചെറിയ ഒരംശം മാത്രമേ എടുത്തുള്ളൂ. അതുതന്നെയും ആ വീട്ടുകാരുടെ അഭ്യർത്ഥനകൾ മാനിച്ചു മാത്രം. എന്തെന്നാൽ ഈ വിശുദ്ധൻ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതൻ മാത്രമല്ല, ഹൃദയ വിശാലതയുടെ ഉടമയുമായിരുന്നു. യൗസേപ്പ് കഴുതപ്പുറത്ത് കയറി നസ്രത്തിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. സ്വഭവനത്തിൽ തന്റെ പങ്കാളിയുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനു വേണ്ട ശുശ്രൂഷകൾ ചെയ്തത് അദ്ദേഹത്തിന്റെ ബന്ധുവും അയൽക്കാരിയുമായ ഒരാളായിരുന്നു. ഈ സ്ത്രീയാകട്ടെ പരിശുദ്ധ മറിയം അവിടെയുള്ളപ്പോഴും ആവശ്യ നേരങ്ങളിൽ ആ കുടുംബത്തെ സഹായിക്കാൻ എത്താറുള്ളവളായിരുന്നു. അത്യുന്നതന്റെ നിർദ്ദേശപ്രകാരം സ്വർഗീയ രാജ്ഞി എലിസബത്തിന്റെ ഭവനത്തിലെ തന്റെ ദിനചര്യകൾ കൃത്യമായി ക്രമീകരിച്ചു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ തന്നെ അർദ്ധരാത്രിയിൽ അവൾ ഉണർന്ന് ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കുകയും ഉറങ്ങാനും ഉണരാനും തന്റെ അപ്പോഴത്തെ ശാരീരികാവസ്ഥയ്ക്കനുസൃതം സമയം ക്രമീകരിക്കുകയും ചെയ്തു. ഈ സമയങ്ങളിലും തന്റെ അധ്വാനവേളകളിലും വിശ്രമത്തിലും അവൾ സ്വർഗീയ സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും നിരന്തരം നേടിയിരുന്നു. കർത്താവിൽ നിന്ന് ജ്ഞാനവും അവിടുത്തെ വാത്സല്യ പ്രകടനങ്ങളും അവൾക്കു കിട്ടിക്കൊണ്ടിരുന്നു. ഈ 3 മാസങ്ങളിൽ പല പ്രാവശ്യം അവൾക്ക് ദൈവിക ദർശനങ്ങൾ നൽകപ്പെട്ടു. അവ അമൂർത്ത സ്വഭാവമുള്ളവയായിരുന്നു. അനേകം തവണ പരമപരിശുദ്ധമായ വചനത്തിന്റെ മനുഷ്യ സ്വഭാവവുമായുള്ള അതീന്ദ്രിയ സംയോഗത്തിന്റെ ദർശനങ്ങളും ലഭിച്ചുകൊണ്ടിരുന്നു. എന്തെന്നാൽ ഈ ദർശനം സാധ്യമാക്കുന്ന തരത്തിൽ അവൾ തന്റെ കന്യാഗർഭത്തിൽ അവിടുത്തെ വഹിക്കുക വഴി അവിടം നിരന്തരമായ ഒരു അൾത്താരയായി മാറിയിരുന്നു. ആ ദിവ്യശരീരം ദിനം തോറും തന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നതവൾ അറിഞ്ഞു. മേൽപ്പറഞ്ഞ അനുഭവങ്ങളിലൂടെയും ഓരോ ദിവസവും തനിക്കനുഭവവേദ്യമാകുന്ന ദിവ്യകൂദാശകളിലൂടെയും ദൈവിക ശക്തിയുടെ അതിവിശാല ലോകം അവൾക്കനുഭവവേദ്യമായിരുന്നു. കർത്താവിന്റെ അപരിമേയമായ ശക്തി അവൾക്ക് തുണയായുണ്ടായിരുന്നു. ആയതിനാൽ അവൾ ഈ തീവ്ര സ്നേഹത്തിന്റെ രൂക്ഷശക്തിയിൽ എരിഞ്ഞു പോകാനിടയാകുമായിരുന്നു. മറ്റു മനുഷ്യരിൽ നിന്നും ഈ അനുഭവങ്ങൾ മറച്ചുവയ്ക്കപ്പെട്ടിരുന്നു. അവയ്ക്കൊപ്പം മറിയം എലിസബത്തിന് വേണ്ട ശുശ്രൂഷകളെല്ലാം കൃത്യമായി ചെയ്തു കൊടുത്തുകൊണ്ടുമിരുന്നു. അക്കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ട സമയം മാത്രം എടുക്കുകയും അവയുടെ നിർവഹണത്തിനു ശേഷം അവൾ ധ്യാനത്തിൽ മുഴുകുകയും ചെയ്തിരുന്നു. അവിടെ അവൾക്ക് തന്റെ ആത്മാവിനെ കർത്താവിന്റെ മുൻപിൽ സ്വതന്ത്രമായി തുറന്നുവയ്ക്കാനും സ്വതന്ത്രമായി സംവദിക്കാനും കഴിഞ്ഞു. കായിക അധ്വാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവൾ ധ്യാനത്തിലായിരുന്നു. എലിസബത്തിന്റെ ആഗ്രഹത്തെ മാനിച്ച് ജനിക്കാൻ പോകുന്ന വിശുദ്ധ യോഹന്നാനു വേണ്ടി കുട്ടിയുടുപ്പുകളും തൂവാലകളും വിരികളും എല്ലാം മറിയം സ്വന്തം കൈകളാൽ കുറച്ച് തയ്യാറാക്കി. അപ്രകാരം എലിസബത്തിന്റെ മാതൃമനസ്സിന് ഏറെ സന്തോഷവും പകർന്നു കൊടുത്തു. തന്റെ ചാർച്ചക്കാരിയുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ എപ്പോഴും തയ്യാറായിരുന്ന പരിശുദ്ധ മറിയം അന്യാദൃശമായ എളിമയോടും വിധേയത്വത്തോടും കൂടി ഓരോ ആഗ്രഹവും ഉടനുടൻ സാധിച്ചു കൊടുത്തുകൊണ്ടുമിരുന്നു. മറിയം തന്നെ തന്റെ സഹോദരിയുടെ ഏറ്റവും എളിയ ദാസിയാക്കി മാറ്റി. ഈ സ്വഭാവ സവിശേഷത എല്ലാവർക്കും അത്യധികം സന്തോഷം പകർന്നു. മേൽപ്പറഞ്ഞ മാതൃകയിലാണ് പരിശുദ്ധ മറിയം നിത്യവചനത്തിന്റെ പ്രഥമ പ്രമാണമായ സ്വയം ശൂന്യവൽക്കരണം സാധിച്ചത്. ദൈവത്തോടു കൂടി ദൈവസത്തയുടെ ഭാഗം തന്നെയായിരുന്ന നിത്യവചനം ദൈവമായിരിക്കെ തന്നെ സ്വയം ശൂന്യനാക്കി ദാസന്റെ രൂപം ധരിച്ച് ഭൂമിയിൽ അവതരിച്ചു. മറിയം ദൈവത്തിന്റെ മാതാവും സകല സൃഷ്ടികൾക്കും രാജ്ഞിയുമാകുന്നു. എല്ലാ സൃഷ്ടികൾക്കും മേൽ അവൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതേസമയം അവൾ തന്റെ ഔന്നിത്യം വിട്ട് ഒരു എളിയ സൃഷ്ടിയുടെ ദാസിയായി സ്വയം താഴ്ത്തിയിരിക്കുന്നു. എന്നാൽ അവൾ തനിക്ക് ന്യായമായി ലഭിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ വിധേയത്വവും കടപ്പാടുമെന്ന് ഒട്ടും കരുതുന്നുമില്ല. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ അഹന്തയെപ്പറ്റി എന്താണ് പറയാനുണ്ടാകുക?
നാം പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും ഭ്രാന്തമായി ഈ ലോകത്തിന്റെ പ്രീതിയും ആരാധനയും ബഹുമതിയും ആഗ്രഹിച്ച് വർത്തിക്കുന്നല്ലോ. എന്നാൽ ആ ബഹുമാനം കിട്ടാതെ വരുമ്പോൾ നാം പൊട്ടിത്തെറിക്കുന്നു. ഇതാ ഈ സ്വർഗീയ ആഖ്യായിക എളിമയുടെ മുദ്ര ചാർത്തപ്പെട്ട് നമ്മുടെ മുൻപിൽ അവതരിക്കപ്പെടുന്നു. ആ കഥ നമ്മുടെ അഹന്തയെ വിധിക്കുന്നു. ഞാനാകട്ടെ പഠിപ്പിക്കാനോ വിധിക്കാനോ യോഗ്യതയുള്ളവളല്ല, പ്രത്യുത തിരുത്തപ്പെടേണ്ടവളും പഠിപ്പിക്കപ്പെടേണ്ടവളുമാണ്. അതിനാൽ ഞാൻ എന്റെ സഹവിശ്വാസികളോട് പറയുന്നു, പ്രകാശത്തിന്റെ മക്കളെ, നിങ്ങളുടെ മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ മാതൃക അനുകരിക്കുവിൻ, സ്വയം എളിമയുള്ളവരാകുവിൻ. തന്റെ പ്രിയ മാതാവിനെ ഇപ്രകാരമുള്ള എളിമപ്പെടുത്തലിൽ നിന്നും തടയാൻ തീർച്ചയായും നമ്മുടെ കർത്താവിന് കഴിയുമായിരുന്നു. എല്ലാ സൃഷ്ടികളും അവൾക്ക് വിധേയരും അവളുടെ ദാസരുമായിരിക്കട്ടെ എന്ന് കൽപ്പിക്കാമായിരുന്നു. ഒരു വേള ഇക്കാര്യം മനുഷ്യരുടെ തീരുമാനത്തിന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? എല്ലാ സ്ത്രീകളിലും വെച്ച് ഏറ്റവും പരിശുദ്ധയായ ഈ സ്ത്രീയെ, ഭൂസ്വർഗങ്ങൾ സൃഷ്ടിച്ച മാലാഖമാരെ സൃഷ്ടിച്ച ദൈവത്തെ ഉദരത്തിൽ സംവഹിക്കുന്ന ഇവൾക്ക് നിരന്തരം കാവൽ സേനയുടെ സംരക്ഷണം നൽകാനും മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കാനും ലോകം മുഴുവനും അവൾക്ക് ആദരമർപ്പിക്കാനും ഉത്തരവായേനെ. എളിയ ജോലികളിൽ അവൾ ഏർപ്പെടുന്നതും അന്യർക്ക് ദാസ്യവേല ചെയ്യുന്നതും മ്ലേച്ഛമെന്ന് വിചാരിച്ചേനെ. എല്ലാ കാര്യങ്ങളും അവളുടെ ഉത്തരവിൻ പ്രകാരം നിർവഹിക്കാനായിരിക്കും കൽപ്പന. ബഹുമതികൾ നൽകപ്പെടാതിരിക്കുന്നതും അവളുടെ അധികാരം പൂർണ്ണമായി ഉപയോഗിക്കാതിരിക്കുന്നതും അനുചിതമായി കരുതപ്പെടുമായിരുന്നു. എന്തെന്നാൽ മനുഷ്യജ്ഞാനം അത്രമേൽ ഇടുങ്ങിയതാണ്. അതിനെ ജ്ഞാനമെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ പ്രയാസമാണ്. എന്നാൽ ഇപ്രകാരമുള്ള സങ്കുചിത ജ്ഞാനം വിശുദ്ധരുടെ ശാസ്ത്രത്തിൽ ഇല്ല. അവരുടെ ജ്ഞാനം സ്രഷ്ടാവ് തന്റെ അനന്ത ജ്ഞാനത്തിൽ നിന്നും പകരുന്നതാണ്. അതാകട്ടെ ഓരോ സൃഷ്ടിക്കും അതിന്റെ മൂല്യമനുസരിച്ച് കൊടുക്കപ്പെടുകയും അവയിൽ ഓരോരുത്തർക്കും സ്വതവേയുള്ള അന്തസ്സിന് അല്പം പോലും കുറവ് വരുത്താതെയും നൽകപ്പെട്ടിരിക്കുന്നു. തന്റെ വത്സല മാതാവിന് തന്റെ എളിമയെ അതിന്റെ ആഴത്തിൽ പരിശീലിക്കാനുള്ള അവസരം അവിടുന്ന് നിഷേധിച്ചിരുന്നെങ്കിൽ അതുവഴി അവൻ അവൾക്ക് വളരെയധികം നഷ്ടം ഉണ്ടാക്കുമായിരുന്നു. എങ്കിൽ മനുഷ്യരുടെ ഉപരിപ്ലവമായ ഏതാനും കയ്യടികൾ മാത്രമേ മാതാവിന് ലഭിക്കുമായിരുന്നുള്ളൂ. ലോകത്തിന് ഈ എളിമയുടെ വിദ്യാലയം നഷ്ടമാകുമായിരുന്നു. ഈ പാഠശാല അഹന്തയാൽ ഭരിക്കപ്പെടുന്ന ലോകത്തിന് ലജ്ജയും പരാജയവും സമ്മാനിക്കുന്നതാണല്ലോ. ഇതാ നീതിസൂര്യന്റെ മുന്നോടി എന്നവണ്ണം പ്രഭാത നക്ഷത്രം മാനത്ത് പിറക്കുന്നു. ഈ പിറവി വരാനിരിക്കുന്നതും തലമുറകൾ കാത്തിരിക്കുന്നതുമായ പ്രസാദവര നിയമത്തിന്റെ ഉദയമാകുന്നു. അത്യുന്നതിന്റെ ഹിതമനുസരിച്ച് തന്റെ മുന്നോടിയായ പ്രവാചകൻ അവതരിക്കുന്നതിനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു. യോഹന്നാൻ എല്ലാ പ്രവാചകരെയും കാൾ ഉന്നതനാണ്. എന്തെന്നാൽ അവനാണ് ദൈവത്തിന്റെ കുഞ്ഞാടിന് വഴിയൊരുക്കുന്നവൻ. അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടും മുൻപ് അവന് തന്റെ ഭൂമിയിലെ ദൗത്യ നിർവഹണത്തിന്റെ സമയമേതായിരിക്കുമെന്ന് വെളിപ്പെടുത്തിക്കൊടുത്തു. ദൈവവചനത്തിന്റെ സാമീപ്യത്താൽ തന്നെ അവനിൽ ദൈവിക ജ്ഞാനവും ഉറച്ചു. അതിനാൽ താനിതാ അപകടം നിറഞ്ഞതും ശപിക്കപ്പെട്ടതും പാപങ്ങളും കെണികളും നിറഞ്ഞതും അനേകർക്ക് വിനാശത്തിനും വിധിക്കും ഇരകളായി തീരുന്നതുമായ ഒരു ദേശത്തിന്റെ തുറമുഖത്താണ് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നതെന്ന് അയാൾ അറിഞ്ഞു. യോഹന്നാന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം പരിശുദ്ധ രാജ്ഞി തന്നെ നവജാത ശിശുവിനെ തന്റെ കൈകളിൽ സ്വീകരിച്ചു. സ്വർഗീയ പിതാവിന് അവനെ കാഴ്ചയായി സമർപ്പിച്ചു. അത്യുന്നതൻ സന്തോഷത്തോടെ ഈ സമർപ്പണം സ്വീകരിച്ചു. പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ നവജാത ശിശു പരിശുദ്ധ രാജ്ഞിയെ തിരിച്ചറിഞ്ഞു. അവൻ ആന്തരികവും ബാഹ്യവുമായി തന്റെ ആദരവ് പ്രകടിപ്പിച്ചു. അവൾക്കു മാത്രം തിരിച്ചറിയത്തക്ക വിധം അവൻ തന്റെ ശിരസ് കുനിച്ചു. അവളുടെ ഉദരത്തിൽ അവർണ്ണനാതീതനായിരിക്കുന്ന ദൈവവചനത്തെ അവൻ ദിവ്യപ്രകാശത്തിൽ വ്യക്തമായി കണ്ടറിഞ്ഞു. താൻ മറ്റെല്ലാ മനുഷ്യരെയും കാൾ ഭാഗ്യവാനാണെന്ന സത്യവും അവൻ തിരിച്ചറിഞ്ഞു. എളിമയുടെയും സ്നേഹത്തിന്റെയും ആദരവിന്റെയും പ്രകടനങ്ങൾ അവനിൽ നിന്നും ഉണ്ടായി. കൃതജ്ഞതാഭരിതനായ അവൻ തീക്ഷ്ണതയോടെ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. പരിശുദ്ധ അമ്മ ശിശുവിനെ ദൈവത്തിനർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: അത്യുന്നതനായ സ്വർഗീയ പിതാവേ, നിന്റെ ബഹുമതിക്കായി ഇതാ നിന്റെ എത്രയും വിമല പുത്രനും കർത്താവുമായവന്റെ കാലത്തിനനുസൃതമായ ആദ്യഫലത്തെ സ്വീകരിച്ചാലും നിന്റെ ഏകപുത്രനാൽ ഈ ശിശു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഈ പ്രഭാത സമർപ്പണത്തെ അങ്ങ് സ്വീകരിച്ചാലും ഈ ശിശുവിലേക്ക് അവിടുത്തെ പരിശുദ്ധനെ അയക്കണമേ. അതുവഴിയായി അവൻ അവിടുത്തേക്കും അവിടുത്തെ ഏകജാതനും വിശ്വസ്തനായ ദാസനായി പരിണമിക്കുമാറാകട്ടെ.
നമ്മുടെ രാജ്ഞിയുടെ ഈ പ്രാർത്ഥന എല്ലാ തലത്തിലും സാക്ഷാത്കരിക്കപ്പെട്ടു. തന്റെ മുന്നോടിയായി കർത്താവ് തെരഞ്ഞെടുത്ത ഈ ശിശുവിനെ അവിടുന്ന് എങ്ങനെ ബലപ്പെടുത്തിയിരിക്കുന്നു എന്നവൾ കണ്ടറിഞ്ഞു. ഈ ദിവ്യവരങ്ങളുടെ പ്രതികരണങ്ങൾ തന്റെ ഉള്ളിലും അവൾ ഏറ്റുവാങ്ങി. തുടർന്ന് അവർ ശിശുവിന്റെ അഗ്രചർമാചരണത്തിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിനുള്ള സമയം അടുത്തു വരികയായിരുന്നു. നിലവിലുള്ള ആചാരമനുസരിച്ച് യഹൂദർ, പ്രത്യേകിച്ച് വരേണ്യരായവർ, വലിയ തയ്യാറെടുപ്പുകൾ ചെയ്യുമായിരുന്നു. കീഴ്വഴക്കമനുസരിച്ച് സക്കറിയായുടെ ഭവനത്തിൽ ബന്ധുക്കളും ചാർച്ചക്കാരുമെല്ലാം വന്നണഞ്ഞു. കുട്ടിക്ക് എന്ത് പേരാണിടേണ്ടതെന്ന കാര്യം അവർ ആലോചിച്ചു. കീഴ്വഴക്കപ്രകാരമായിരുന്നു പേരിടൽ നടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ അസാധാരണമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. സക്കറിയാസും എലിസബത്തും സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായിരുന്നുവെന്നത് കൂടാതെ വാർദ്ധക്യത്തിൽ എലിസബത്തിന് ലഭ്യമായ സന്താനലബ്ധി അത്ഭുതകരവും അതിനാൽ തന്നെ എന്തോ ദിവ്യരഹസ്യം ഉൾക്കൊള്ളുന്നതുമായിരുന്നു എന്ന ചിന്ത ബന്ധുക്കൾക്കിടയിൽ നിലനിന്നിരുന്നു. സക്കറിയ അപ്പോഴും മൂകാവസ്ഥയിലായിരുന്നതിനാൽ ആലോചനയുടെ ഉത്തരവാദിത്വം എലിസബത്തിന് വഹിക്കേണ്ടതായി വന്നു. പരിശുദ്ധ രാജ്ഞിയുടെ സാന്നിധ്യത്തിന്റെ ഫലമായി എലിസബത്തിൽ തുടിച്ചു നിന്നിരുന്ന ദൈവിക ചൈതന്യവും വലയം ചെയ്തു നിന്നിരുന്ന ദൈവിക പ്രഭാവവും ഏവർക്കും അനുഭവവേദ്യമായിരുന്നു. ആലോചനാവേളയിൽ ബന്ധുക്കൾ സക്കറിയായോട് ശിശുവിന്റെ പേരെന്തായിരിക്കണമെന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. സക്കറിയ മൂകനായിരുന്നതുകൊണ്ട് ഒരു എഴുത്താണിയും പലകയും ആവശ്യപ്പെട്ടു. അതു കിട്ടിയപ്പോൾ തന്റെ ആഗ്രഹം എന്താണെന്ന് അദ്ദേഹം എഴുതി കാണിച്ചു. യോഹന്നാൻ എന്നാകുന്നു അവന്റെ പേര്. ആ നിമിഷത്തിൽ പരിശുദ്ധ മറിയം പ്രകൃതി ശക്തികളുടെ മേൽ തനിക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് സക്കറിയായുടെ മൂകതയെ നീക്കം ചെയ്യുന്നതിന് ആജ്ഞ നൽകി. ഈ സ്വർഗീയ ആജ്ഞയുടെ നിമിഷത്തിൽ തന്നെ സക്കറിയായുടെ നാവിന്റെ കെട്ടഴിഞ്ഞു. അയാൾ ദൈവത്തെ സ്തുതിച്ചു. സുവിശേഷകൻ പറയുന്നത് പോലെ അവിടെ സന്നിഹിതരായിരുന്നവരെല്ലാം വിസ്മയഭരിതരായി. പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾ നവജാത ശിശുവിന്റെയും അമ്മയുടെയും ഉപരിവിശുദ്ധീകരണത്തിന് ഹേതുവായി. സക്കറിയായിൽ പരിശുദ്ധാരൂപി ആ നിമിഷം നിറഞ്ഞു. അയാൾക്ക് പ്രവചനവരം ലഭിച്ചു. അദ്ദേഹം താഴെ പറയുന്ന വാക്കുകളിൽ ലൂക്ക 1:68-79 ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ നീ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. താൻ മൊഴിഞ്ഞ അനുഗ്രഹ ഗീതത്തിൽ സക്കറിയ പൂർവ്വകാലം മുതൽ പറയപ്പെട്ടിട്ടുള്ള പ്രവാചക മൊഴികളും ക്രിസ്തു നിറവേറ്റാൻ പോകുന്ന പരിത്രാണന ദൗത്യമടങ്ങുന്ന അതിമഹത്തായ ദിവ്യരഹസ്യങ്ങളും ചുരുക്കി അവതരിപ്പിച്ചു. അനേകം ദിവ്യരഹസ്യങ്ങളുടെ രത്നച്ചുരുക്കമാണിത്. തനിക്ക് ലഭിച്ച ദിവ്യാരൂപിയുടെ പ്രകാശത്തിൽ സക്കറിയ എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കി. ആ ജ്ഞാനം തന്റെ മകന്റെ അഗ്രചർമ്മ ആചരണവേളയിൽ സന്നിഹിതരായിരുന്ന എല്ലാവരുടെയും മുൻപിൽ അയാൾക്ക് ദൗത്യം സമ്മാനിച്ചു. എന്തെന്നാൽ അദ്ദേഹത്തിന്റെ നാവിന്റെ ബന്ധനം അഴിയുന്നതിനും തുടർ സംഭവങ്ങൾക്കും അവരെല്ലാം സാക്ഷികളായിരുന്നു. എലിസബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് യൗസേപ്പ് പരിശുദ്ധ മറിയത്തെ തിരികെ നസ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി എത്തിച്ചേർന്നു. എലിസബത്തും സക്കറിയായും കൂടി അതീവ വാത്സല്യത്തോടും ബഹുമാനത്തോടും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ചു. എന്തെന്നാൽ അദ്ദേഹം സ്വർഗത്തിൽ നിന്നെത്തിയ പരിശുദ്ധ കൂദാശകളുടെ കാവലാളാണെന്ന ബോധ്യം ഈ വിശുദ്ധ പുരോഹിതനുണ്ടായിരുന്നു. പരിശുദ്ധ മറിയം അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവൾ പതിവ് പോലെ തന്റെ ഭർത്താവിന്റെ മുൻപിൽ മുട്ടുകുത്തി അനുഗ്രഹം യാചിച്ചു. കൂടാതെ കഴിഞ്ഞ 3 മാസങ്ങളായി എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വന്നതു നിമിത്തം അദ്ദേഹത്തിനു വേണ്ട സേവനങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയതിന് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ഈ വാക്കുകൾ വിശുദ്ധ യോസേപ്പിനെ ആശ്വസിപ്പിച്ചു.
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും നസ്രത്തിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. സക്കറിയാസിന് ദൈവം കൊടുത്ത മുന്നറിയിപ്പിൻ പ്രകാരം മറിയത്തിന്റെ ഔന്നത്യത്തെയും മഹത്വത്തെയും കുറിച്ച് അവബോധമുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും ആദരവോടെ മുന്നിൽ നിൽക്കുന്ന നിത്യനായ വചനത്തിന്റെ ജീവനുള്ള വാസഗേഹത്തെ ഇപ്രകാരം സംബോധന ചെയ്തു: എന്റെ ബഹുമാന്യായ യജമാനത്തി, നിന്റെ സ്രഷ്ടാവിനെ നിത്യവും വാഴ്ത്തുക. എന്തെന്നാൽ തന്റെ അനേകം സൃഷ്ടികളിൽ നിന്നും തന്റെ അമ്മയാകാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ അനുഗ്രഹങ്ങളുടെയും കൂദാശകളുടെയും ഏക സൂക്ഷിപ്പുകാരി നീയാകുന്നുവല്ലോ. നിന്റെ ദാസനായ എന്നെയും കടാക്ഷിക്കുക. കർത്താവിന്റെ മുൻപാകെ എനിക്കായി പ്രാർത്ഥിക്കുക. അവിടുന്ന് എന്നെ കരുണയോടെ തൃക്കൺ പാർത്ത് ഈ ഭൂമിയിലെ പ്രവാസം കഴിഞ്ഞ് സുരക്ഷിതനായി നിത്യസമാധാനത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്കിടയാകട്ടെ. അതാണല്ലോ നമ്മുടെ പ്രത്യാശ. നീ മൂലം എനിക്ക് ദൈവസത്തയുടെ ദർശനം ലഭ്യമാകട്ടെ. അതാണല്ലോ വിശുദ്ധരുടെ സൗഭാഗ്യം. എനിക്കൊപ്പം എന്റെ ഭവനത്തെയും എന്റെ പുത്രനായ യോഹന്നാനെയും നിന്റെ എല്ലാ ബന്ധുക്കളെയും സ്വജനങ്ങളെയും അത്യുന്നതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സക്കറിയായുടെ കുടുംബം മുഴുവനും പരിശുദ്ധ മറിയത്താലും അവളിൽ വസിച്ചിരുന്ന ദിവ്യവചന സാന്നിധ്യത്താലും വിശുദ്ധി പ്രാപിച്ചു. അവരെല്ലാവരും മറിയം കാണിച്ചു കൊടുത്ത ഉദാത്ത മാതൃകയിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചു. അവളുടെ സദ്വചനങ്ങൾ ഏവർക്കും സന്തോഷമേകി. അവളുടെ അന്തസ്സും മഹിമയും നിറഞ്ഞ പെരുമാറ്റം ഹൃദ്യമായിരുന്നു. അവളുടെ വ്യക്തിത്വത്തിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെട്ടു. അവളാകട്ടെ തന്റെ തിരുക്കുമാരനിൽ നിന്നും അവർക്കെല്ലാം അനവധി വരദാനങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തു. സക്കറിയാസും എലിസബത്തും യോഹന്നാനും വിശുദ്ധ യൗസേപ്പിനെ ഏറെ ആദരിക്കുകയും വണങ്ങുകയും ചെയ്തിരുന്നു. തന്റെ കയ്യിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അനർഘ നിധിയുടെ യഥാർത്ഥ മൂല്യം വിശുദ്ധ യൗസേപ്പിന് വെളിപ്പെട്ടിരുന്നില്ലെങ്കിലും അദ്ദേഹം അവളുടെ നല്ല കാവൽക്കാരനായിരുന്നു. അവർ സക്കറിയാസിന്റെ ഭവനത്തോട് യാത്ര പറഞ്ഞ് നസ്രത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്ര ആരംഭിക്കുന്നതിനു മുൻപ് പരിശുദ്ധ മറിയം മുട്ടുകുത്തി വിശുദ്ധ യൗസേപ്പിനോട് അനുഗ്രഹം യാചിച്ചു. ഇത് അവൾ എപ്പോഴും ചെയ്യാറുള്ള കാര്യമായിരുന്നു. അനുഗ്രഹം സ്വീകരിച്ച ശേഷം തിരുക്കുടുംബം മടക്കയാത്ര ആരംഭിച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. പ്രിയ മകളെ, ശ്രദ്ധിക്കുക. എന്നിലൂടെയും എന്റെ പുത്രനിലൂടെയും ദൈവം ചെയ്ത കാര്യങ്ങൾ സക്കറിയാസിന് വെളിപ്പെടുത്തിയതിന്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. സക്കറിയ ഒരു പുരോഹിതനായിരുന്നു. കൗദാശിക പ്രസക്തിയുള്ള ഈ ദിവ്യരഹസ്യം പുരോഹിത അന്തസ്സിൽ നിയോഗിക്കപ്പെട്ടിരുന്ന സക്കറിയായെപ്പോലെ ഒരാൾ ലോകസമക്ഷം പ്രഖ്യാപിക്കുന്നത് ഉചിതമായിരുന്നു. എന്തെന്നാൽ ദൈവപ്രകാശത്തിന്റെ രശ്മികളുടെ ഉദയം സക്കറിയാസിനെ പോലുള്ള പുരോഹിതനിൽ നിന്ന് സ്വീകരിക്കുക മനുഷ്യർക്ക് എളുപ്പമായിരുന്നു. ദൈവത്തിന്റെ വചസ്സുകൾക്ക് അവയുടെ ആന്തരിക ശക്തിയുണ്ട്. എങ്കിലും ഇവയെ അജ്ഞരും എളിയവരുമായ മനുഷ്യരിലേക്ക് പകരാൻ സ്വീകാര്യമായ മാർഗം ആ ദിവ്യരഹസ്യങ്ങളെ ഒരു പുരോഹിതനിലൂടെ കൈമാറ്റം ചെയ്യുക എന്നതാണ്. പുരോഹിതർക്ക് അവരുടേതായ അന്തസ്സും ബഹുമാനവും നൽകുന്നത് തികച്ചും അഭികാമ്യമായ കാര്യമാണ്. എന്തെന്നാൽ അത്യുന്നതനായ ദൈവം വൈദികരെ ഉയർത്തുകയും അവരെ തന്റെ അരൂപിയാൽ നിറയ്ക്കുകയും ചെയ്യുന്നു. തന്റെ അഭിഷിക്തർ എന്ന നിലയിൽ അവരെ ദൈവം ഇപ്രകാരം ഉയർത്തുന്നതുകൊണ്ട് അവർക്ക് നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നു. അപ്രകാരം ലോകം അവരെ ആദരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതിലെല്ലാം ഉപരിയായി കർത്താവിന്റെ അത്ഭുത കൃത്യങ്ങൾ വൈദികർക്ക് തുറന്ന് വെളിപ്പെടുത്തുമ്പോൾ അവ കൂടുതൽ സുരക്ഷിതമായിരിക്കും. മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച് അവർ തങ്ങളുടെ അന്തസ്സിനോടൊത്ത് പെരുമാറുകയും അവരുടെ കർമ്മങ്ങൾ മാലാഖമാർക്കും ശ്രാപ്പന്മാർക്കും ചേരുന്ന വിധമായിരിക്കുകയും ചെയ്യും. അവരുടെ മുഖങ്ങൾ മോശയുടേതുപോലെ വെട്ടിത്തിളങ്ങും. പുരോഹിതരെ ദൈവത്തിനടുത്തവരായി ബഹുമാനിക്കണമെങ്കിൽ അവർ മനുഷ്യരുടെ ഇടയിൽ ഉചിതമായി പെരുമാറുക തന്നെ വേണം. നീ ഒരു കാര്യം പ്രത്യേകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്യുന്നത ദൈവം മേൽപ്പറഞ്ഞ കാര്യത്തിൽ ലോകത്തോട് അത്യധികം ക്ഷുഭിതനായിരിക്കുന്നു. പുരോഹിതർക്കും ജനങ്ങൾക്കും നേരെ ഒരുപോലെ ആ കോപം നീണ്ടുവരുന്നു. ഒന്നാമതായി, പുരോഹിതർ തങ്ങളുടെ അന്തസ്സും കടമയും മറന്ന് ലൗകായതികരായി ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണ് മ്ലേച്ഛതയിൽ വ്യാപരിക്കുന്നു. അവർ ജനങ്ങൾക്ക് അത്യധികം ഉതപ്പ് നൽകുന്നു. അങ്ങനെ മനുഷ്യരെ വഴിതെറ്റിക്കുന്നു. അവർ തങ്ങളുടെ വിശുദ്ധീകരണ ദൗത്യം ഉപേക്ഷിച്ചു കളയുന്നു. ജനങ്ങളുടെ കാര്യമോ? അവർ സ്വയം വിഡ്ഢികളായി കർത്താവിന്റെ അഭിഷിക്തരുടെ നേരെ ഹൃദയം കഠിനമാക്കി തീർക്കുന്നു. അപൂർണരാണെങ്കിലും പുരോഹിതർ ഭൂമിയിൽ കർത്താവിന്റെ അഭിഷിക്തരായി അവിടുത്തെ പ്രതിനിധികളായിരിക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ബഹുമാനിക്കപ്പെടുന്നു. നന്മ പ്രവൃത്തികളുടെയും നിത്യജീവന്റെയും മാർഗത്തിൽ പ്രയാണം ചെയ്യാൻ എന്താണ് വേണ്ടതെന്നായിരിക്കണം ഏതു മനുഷ്യരോടും ഇടപെടുമ്പോൾ നീ ചിന്തിക്കേണ്ടത്. അവർ നിനക്ക് താഴെയോ മുകളിലോ എന്നത് പ്രശ്നമല്ല.
ഇക്കാര്യത്തിൽ എന്നെയും എലിസബത്തിനെയും അനുകരിക്കുക. ഉചിതമായ കരുതലോടുകൂടി എല്ലാവരോടും നിനക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നേടുക. എന്തെന്നാൽ ഇപ്രകാരമുള്ള എളിമയ്ക്ക് കർത്താവ് നിനക്ക് സുരക്ഷിതമായ ഉപദേശവും ദൈവികമായ പ്രകാശവും നൽകും. സന്മാർഗത്തോടുള്ള നിന്റെ അദമ്യവും ആത്മാർത്ഥവുമായ സ്നേഹം അപ്രകാരം ഫലമണിയുക തന്നെ ചെയ്യും. നിന്റെ മേൽ മുഖസ്തുതികൾ ചൊരിയപ്പെടാനിടയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അവയെ ആട്ടിയകറ്റുക. നേരിയ തോതിൽ പോലും അവ ഉൾക്കൊള്ളാൻ പാടില്ല. എന്തെന്നാൽ വഞ്ചനാപരമായ വാക്കുകൾ നമ്മുടെ വെളിച്ചത്തെ നിസ്തേജമാക്കുകയും സംശയരഹിതമായ മനസ്സിനെ അപഭ്രംശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ആത്മാക്കൾ മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുകയും അവരുടെ മുഖസ്തുതികൾക്കായി ചെവി ചായിച്ച് അത് ആസ്വദിക്കുന്നതായി കണ്ടാൽ കർത്താവ് അപ്പോൾ തന്നെ അവരിൽ നിന്ന് പിന്തിരിയും. എന്തെന്നാൽ നമ്മുടെ കർത്താവ് അസഹിഷ്ണുവായ സ്നേഹധനനാണ്. അവിടുത്തെ മാത്രം നാം സ്നേഹിച്ചാൽ മതിയെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ചായാൽ നാം അവിടുത്തെ പ്രീതിയും വരദാനങ്ങളും നഷ്ടപ്പെടുത്തും. ഒരേ ആത്മാവിൽ ലോകത്തിന്റെ പ്രീതിയും ദൈവസ്നേഹവും ഒന്നിച്ചു വസിക്കുകയില്ല. എന്തെന്നാൽ അത്യുന്നതന്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് പരമപരിശുദ്ധമാണ്. ആ സ്നേഹം നമ്മെ എളിമപ്പെടുത്തും. അത് നമ്മെ വിശുദ്ധീകരിക്കും. അത് നമ്മെ സാന്ത്വനിപ്പിക്കുകയും ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യും. മറുഭാഗത്ത് സൃഷ്ടലോകം നമ്മുടെ മേൽ ചൊരിയുന്ന മുഖസ്തുതികളോ വ്യർത്ഥവും വഞ്ചന നിറഞ്ഞതും ക്ഷണികവും അശുദ്ധവും കപടവുമാണ്. നുണയന്മാരുടെ നാവിൽ നിന്നാണ് അവ പുറപ്പെടുന്നത്. വഞ്ചനയും വ്യാജവും പുറപ്പെടുന്നത് ശത്രുവിന്റെ പ്രവൃത്തികളിൽ നിന്നു തന്നെയാണ്.